ഇതല്ല ശ്രുതി. അതാരാണ്ട് കോളിംഗ് ബെല്ലടിച്ചതാ. ഓ എടാ തവല ഒന്ന് പോയി നോക്കണോ. പുറത്തിറങ്ങാ. അയ്യോ, എന്നാ ഇങ്ങോട്ട് പോവാ. ഞാനിങ്ങോട്ട് പോവാം. ചരിഞ്ഞ് കീപ് ലെഫ്റ്റ് കീപ് റൈറ്റ്. 1 2 3. ബുക്കിംഗാ? അല്ല പൊക്കിങ്ങ. അതെന്ത് പ്രോഗ്രാം? ഇവനെ പൊക്കാൻ വന്നവരാ പലിശക്കാര്. ആരാ? ആ അലാവുദ്ദീനും അത്ഭുത അയ്യോ, ദൈവമേ ചതിച്ചോ. ഒന്ന് മാറോ. എന്നെ പോലെ ഒരാളെ ഇവിടില്ലെന്നാ പറഞ്ഞേക്ക്. ചെല്ല്. മോള് തന്നെ പിടിച്ചേ. നീ എന്താ ഈ കോഴി അഞ്ചാവടിച്ച? തന്നോടെ മാറാൻ പറഞ്ഞു. താങ്ക് യു. നീ ചിരിക്കണ്ട. നിന്നെ ഫ്രണ്ടിന് ബെല്ലടിച്ച് ബാക്കിൽ വന്നാലേ കാണാൻ പറ്റുന്ന. അയ്യോ, ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതേ അല്ല. ആ കാശിന്റെ കാര്യം എന്തായി? ആ കാശ് ചെക്കിൽ. ഓ ക്യാഷ്. ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 രൂപ. 26,000 ഉറപ്പാണല്ലോ? ഓക്കെ. ഇക്കായ്ക്കോ? എനിക്ക് 48,000. 48,000? ആ മുതലും പലിശയും ചേർത്തേ. ഓ മുതലും പലിശയും ചേർത്ത്. ഓക്കെ. ബാലന്റെ 26,000 ഞാനൊരു 18-ാം തീയതി തരുന്നു. തരുന്നു. ആ തന്നല്ലോ? തന്നു. കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. ഇക്കാടെ 48,000 ഒരു 25,000 ഞാൻ 28-ാം തീയതി തരുന്നു. അത് പറ്റില്ല. അവന് 18-ാം തീയതി കൊടുത്ത എനിക്ക് 28-ാം തീയതി. അത് പറ്റില്ല. എന്റെ കാശ് മാറ്റാണ്ട് കിട്ടിയല്ല. എന്റെ പിടിച്ച് തൂങ്ങാണ്ട് നിങ്ങൾ തമ്മിൽ തീർക്ക്. ആ 28 എന്നുള്ള കുറച്ച് നേരത്തെ തരണേ. 25-ാം തീയതി. ഓക്കെ 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 അല്ലേ? അപ്പൊ ബാക്കി 25,000 29-ാം തീയതി ആയിരുന്നു. ഓക്കെ. ഒരു ദിവസം നേരത്തെ പ്ലീസ്. ഒരു വൺ ഡേ. 30-ാം തീയതി. അപ്പൊ ഓക്കെ ആയല്ലോ. തരാനുള്ള കാശെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നിങ്ങൾ ഒരു ഏർപ്പാടുമില്ല. ഓക്കെ വരട്ടെ. പിന്നെ ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പോകും. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ. ഓ അങ്ങനെ. താങ്ക് യു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ. ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. നിന്റെ ആശ കിട്ടില്ല. എന്റെ 18-ാം തീയതി കിട്ടിയില്ല. ഏത് 18-ാം തീയതി? വരുന്ന ദിവസം 18-ാം തീയതി കിട്ടിയില്ല. എന്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്ത് കൺഫ്യൂഷൻ? നിങ്ങൾക്ക് ബോധമുണ്ടാ? നിങ്ങൾക്ക് ബോധമുണ്ടാന്ന്? അങ്ങനെ തരാനുള്ള 25,000 രൂപ വരുന്ന മാസം 25-ാം തീയതി തന്ന. അത് കിട്ടി. ബാക്കിയുള്ള 25,000 രൂപ വരുന്ന മാസം 30-ാം തീയതി തന്ന. അത് കിട്ടി. അങ്ങനെ മൊത്തം 50,000 രൂപ കിട്ടിയ. അപ്പൊ മൊത്തക്കി 50,000. എനിക്ക് 48,000 രൂപ കിട്ടാനുള്ളടാ. ആ മണ്ടറി കണക്കൂട്ടാൻ അറിയാൻ പാടില്ല. എനിക്ക് 2,000 രൂപ ലാഭം. ഈശ്വരൻ രക്ഷിച്ചു. എന്റെ അമ്മോ. അവരാരാ? അതെ, കുറച്ച് പലിശയുടെ ഏർപ്പാടുണ്ടേ. എങ്കിലും ഒരു 50,000 രൂപ എനിക്കിതാ മോനെ. കൊടുപ്പില്ല, എടുപ്പേ ഉള്ളൂ. ഞാനും ആ ടൈപ്പാ. അവന്മാര് തിരുമണ്ടന്മാരായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ കൂടുതൽ കാലം പിടിച്ചേക്കാൻ പറ്റില്ല. അതെ, തന്റെ ട്രൂപ്പിൽ ഞാൻ പണി നിർത്തി. ഞാൻ പോവുക ഏതെങ്കിലും നാട്ടിലേക്ക്. എന്ത് പണിക്ക്? കാശ് കിട്ടുന്ന എന്ത് പണിക്കും. ഉദ്ധാന സഹസ്രാവേ സ്വാഹ. ഓം ജിതകുണ്ടംബൂദേ സ്വാഹ. മന്ത്രം ചൊല്ലിയത് പെഴു പറ്റിക്കണു. അങ്ങോട്ട് മാറി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എണീറ്റ് പോവാ. അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി, ആ ചുമ്മൻ അവിടെ കൊണ്ട് നേരം വിട്. അത് നോക്ക്. ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ? വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെപ്പ് കാണില്ലല്ലോ. നെയ്യുടെ മണമുണ്ട്. ഓം ശ്രീ മാതേ സ്വാഹ. ഓം ശ്രീ മഹാരാജ്ഞേ കോഴി സംഭൂതേ സ്വാഹ. അങ്ങോട്ട് ചെല്ലാൻ. ഓം ദേവകാല അവിടെ കുറ്റിയടിക്ക്. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ? മാറിക്ക്. അന്യജാതിക്കാരി കൊട്ടാരം കാലുകുത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്. വെറുതെ തടസ്സം നിന്ന് അകത്ത് പോകണ്ട. ഈ അളക്കടാ. ഇവരെ പിടിച്ച് പുറത്താക്കടാ. വേണ്ട ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിക. ബിരിയാണി റെഡിയായി നോക്കാം.
ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ടു വരാം. താനെന്തിനാ ഇവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ? ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനെന്തിനാ ഓടിയത്? ഓട് ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും. എന്നാ ഞാൻ എല്ലാം തുറന്ന് പറയാം. പറയ്. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പരിശോട്ട് വാക്കുതാ. കാണിച്ചിരട തെണ്ടി. പറയ്. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ ഗതികേട് കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കൊന്നുകളയും. അങ്ങനെയാണോ? ഇത് തോം ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞ് നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. പേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ച നമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതിലിയാടി. അല്ല, തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ച് കിടപ്പുണ്ടെന്ന് കേട്ട്. അയ്യോ, കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട്. ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? പോട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടെങ്കിലും അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശായിട്ടെങ്കിലും ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യേ. എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ? എനിക്കൊരു സഹായാവല്ലോ നീ. അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയി നിർത്ത്. എന്താ? അല്ല, നീ എന്തിനാ പരശു നമ്പൂരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു. പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച? ഇപ്പൊ പരശുനമ്പൂരി കാണണല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. എന്താടാ? അവിടെ ഒരു പൂണൂലിട്ടവന്ന് ചിറ്റിട്ടുണ്ടല്ലോ. കൊച്ചാപ്പ, അയാൾ എന്താണ് ഈ കാണിക്കണത്? ഇവിടെ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാള് പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കിയാണ്. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ. എന്താണ്ടാ ഹിമാറ അനക്കെ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ ഉപദ്രവകാരിയല്ല. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മൊല്ലാക്ക. മൊല്ലാക്ക നിന്റെ ബാപ്പ. മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം. ഉറുപ്പിയെ. അതെ, ഒരു ഹംക്കുണ്ട്. എന്നാൽ അമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിൽക്കണു. നോ കാണിച്ചരം വരിക. എന്താണ്ടാ ഇവൻ കോണാൻ തലയിലെ കെട്ട? ഇവിടെ നിന്നോളൂ, നോ വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സെലീമേ, ഈ അർക്കവാടുത്തിട്ട് ഉടിച്ചകത്ത് കയറാൻ പോയി. മോനെ അവസ്ഥയൂട്ടി, മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പറത്തിനോട് പോയി. എവിടെ പോവാ? പിന്നെ നിൽക്കണ റാമ്പറ നമ്മളെ വട്ടം. നീ ഇപ്പൊ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ?
ഒരു മിനിറ്റ് ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം കഴിഞ്ഞ് എഞ്ചിൻ ഞാന് അയ്യോ കൊച്ചപ്പ എന്റെ കർത്താവേ വേണ്ട തോന്നിയതാവും. മോനെ വാ മുട്ടായി വരെ വാ വാ നിന്നോടൊരു കാര്യം പറയാനല്ലേ വാ പിടിച്ചോ എന്റെ പോലീസ് എന്താണ് പൂക്കൾക്ക് എന്താ ഭംഗി? എന്താണ് ഓർന്നേ ആ ടു എക്സൈസ് ചെയ്യണം എവിടെ വിളിക്കും? ബാത്റൂം എങ്കിൽ ബാത്റൂം. അയ്യേ ലേഡീസ്. ബാത്റൂമിൽ തന്നെ വിളിക്കണം നിന്നെ ഞാൻ ഏറ്റടാ. ആ കറക്റ്റ് മോനെ വാടാ വാടാ. എന്താണ് പെണ്ണായ ഫാന്റാസ്റ്റിക്. കിട്ടി മുതല് കിട്ടി. ഓ അപ്പൊ രക്ഷപ്പെട്ടല്ല എന്റെ കാശ വെളിഞ്ഞു മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ താങ്ക് യു. എടാ ഒന്ന് 4% കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ. അമ്മേ ഞാൻ കണ്ടേ. എടാ നിക്കണ സാധനം കാണിച്ചരാ. എന്തിനാടാ കണ്ടത്? അതിനുമുമ്പ് ചേച്ചി വായലടച്ചില്ലേ? ഇറങ്ങിക്കോളും വായി നോക്കിയത്. എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിന് തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്നാ ഞാൻ ഇവിടെയൊക്കെ നീ പോ. അവൻ പോണു വാ. എടാ അവൻ അവിടെ പോയി. എടാ ബാല നീ അകത്ത് തപ്പ്, ഞാൻ പുറത്ത് തപ്പാ. ഇനി കണ്ട ഒറ്റ പിടി. എന്താ പിടിക്കടാ പിടിക്കടാ. ആരെങ്കിലും കണ്ട ശരി. ഹലോ അയാള് വെറുതെ തമാശ. 1 2 3 4 5 അയ്യേ പത്തിഞ്ച്. ഒന്ന് ഫോൺ ചെയ്യാം. ഹലോ ഹലോ എടുക്കും ഇന്നെടുക്കും എടുത്തിട്ടേ പോകൂ. എന്താ 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 ഇവിടെ റെസ്റ്റ് ചെയ്യാം. വട്ട് പിടിച്ച അതെ പുതിയ പേഴ്സ്. ഇത് ഡോറല്ല. എന്താണ്? കാണാം കാണണം. എന്ത് കാണണം? ഇവൻ ഇയാളുടെ പോക്കറ്റ് അടിച്ചു സാർ. ശരിയാണോടാ? പോക്കറ്റ് അടിക്കാൻ ഞാൻ തയ്യക്കാരനൊന്നല്ല സാർ. ആ അടിയല്ല, എന്റെ പാന്റെ പോക്കിലെ പേഴ്സ് അടിച്ചത്. അയ്യോ എന്റെ പേഴ്സണാലിറ്റി കണ്ടറിഞ്ഞൂടെ ഞാനൊരു പോക്കറ്റ് അടിക്കാരനല്ലെന്ന്. കർത്താവാണ് മാതാവാണ് സകല പുണ്യാളന്മാരാണ് സത്യം. ഞാൻ ആരും ഇന്നുവരെ മോട്ടിച്ചിട്ടില്ല. ക്രിസ്ത്യാനിയാ? അതെ. എങ്കിലും മോഷ്ടിക്കില്ല. പറഞ്ഞോട് പിന്നെ താനെന്തിനാ ഓടിയത്? എന്തിനാ ഓടിയെന്ന്? എടാ ക്രിസ്ത്യാനികൾക്ക് ഓടാൻ പാടില്ലേ? അതിന് സ്പീഡിൽ ഓടി എന്തിനാ? അയ്യോ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സ്പീഡിൽ ഓടാൻ പാടില്ലേ? കള്ളനാണ് സാർ. സാർ ഇയാളൊന്ന് പരിശോധിക്കണം. പരിശോധിച്ചോളൂ. എന്റെ 26,000 രൂപയാണ് സാർ. 26,000 കാണണം. കർത്താവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയാം. ഇവരോട് ക്ഷമിക്കരുതേ. നാം 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 എന്താണത്? പള്ളിമണി കാണണം. എന്ത്? കുർബാന ഓ കാണണം. യവനെന്തിനാ എപ്പോഴും കാണണമെന്ന് പറയുന്നത്? ശവം. നല്ലൊരു മനുഷ്യൻ. ഇയാളുടെ ഒന്നുമില്ലടോ. ഇയാൾ തന്നെയാണ് എടുത്തത് സാർ. മാന്യമായി ആക്ഷേപിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം സാർ.
ഞാൻ ഗൾഫ് പോകാൻ പറ്റുന്ന പൈസ അവൻ പോയി തോന്നല എത്ര രൂപ ഉണ്ടെന്നാ പറഞ്ഞത്? 26,000. ഉറപ്പാണല്ലോ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം കാണണം. ആ പോടാ പോടാ എല്ലാവരും പോയി. സാറ്, ആ, പോ, പോ, ആരെ പോ, ആരെ പോ. ആ. ശ്യാമേ വൃത്തിയാട്ട പരിപാടിയായിട്ട് ഞാൻ ആ ടൈപ്പല്ല. ഞാനും ആ ടൈപ്പ് അല്ല. പിന്നെ ഇവരെ താൻ പിടിച്ച അതിനല്ല ഇയാളെന്താ കണ്ണുകൊത്തി കളിക്കണേ? എവിടെ നടാ ഈ പേഴ്സ്? അതൊക്കെ എന്തിനാ അറിയണത്? എന്നാ കൈ അങ്ങോട്ട് മാറോ സാറേ. സിസ്റ്റേഴ്സേ, എവിടുന്നാ നിങ്ങ? ആ ബാഗ് ഇടല്ലേ? പോടാ പിച്ചക്കാരൻ. ഞങ്ങളുടെ കാശ് വാങ്ങിട്ട് പിച്ചക്കാരന ബാല ബാല ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 ക്യാഷ് തരാനുണ്ട്. 26,000 ക്യാഷ്. അതൊരു 18-ാം തീയതി ഞാൻ അങ്ങോട്ട് അല്ലേ അന്ന് ഞങ്ങക്ക് കുറച്ച് ബുദ്ധി കുറവാൻ്റെ പറ്റിച്ച് ഇപ്പൊ ബുദ്ധി വെച്ചടോ വെക്കടാ കാശ്. ബുദ്ധി വെച്ചു. ഇന്നാ സിസ്റ്ററെ, പോണ വാക്കിൽ കയ്യിലടക്കിയതാ. തന്റെ പോക്കറ്റിൽ പെർസണോ നോക്കി പേഴ്സ് അങ്ങനെ ഒരു സംഭവം. കാണില്ല അത് ഈ ക്രിസ്ത്യാനി അടിച്ചു മാറ്റി. എന്താണ്? അത് അവന് കൊടുക്കല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. എണ്ണി നോക്കിയേ ഞാൻ നോക്കാം. അത് എണ്ണി നോക്കണം. അത് 26,000 കൃത്യണ്ട്. 26,000 അപ്പൊ സൂര്യ നമ്മളുടെ മുതൽ മത്സരം കറക്റ്റായി. അതെ, എന്റെ പേഴ്സ്. നീ മുണ്ടരുത് ഈ പോക്കറ്റ് അടിച്ചിട്ട് ഷോക്കാണേ. ഇനിയെങ്കിലും എന്താ പേഴ്സ് സൂക്ഷിക്കേ. നിന്നെ ഇനി ഞാൻ- ഞാനൊരു കാര്യം പറട്ടെ, എനിക്ക് കൈ മെസ്സേജ് കേട്ടോ? കട്ടുപിടിക്കണടാ. ഞങ്ങൾ ഓടിക്കരുത്. അപ്പൊ നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്ന്. ഇതെന്ത് മറിമായാടോ? എനിക്കൊന്നും പക്ഷെ മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? നിന്റെ കയ്യിൽ കാശും വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കരുത്. ഒന്ന് ഞാൻ മാത്രമല്ല അലാവുദ്ദീനും കൂടെ ഉണ്ട്. അയാൾ അവിടെ പോയി. അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. എന്നാ പിന്നെ വിട്ടോടാ. ഓടരുത്. ഈ പാർട്ടി ഭയങ്കര ബിസിയാണല്ലോ. പേഴ്സ് അടിച്ചു മാറ്റി എന്റെ പോക്കറ്റിലിട്ട് ഏതായാലും ഒരിടപാട് തീർന്നല്ലോ.